വേണ്ട എന്താ അറിയില്ല, വഴുതിനിങ്ങ. അപ്പൊ ഞാൻ ഇന്ന് വഴുതിനെ കൊണ്ടൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്ന് വീഡിയോ ചെയ്യില്ല, കാരണം ഒച്ച എൻ്റെ മോൻ്റെ കല്യാണത്തിന് തിരക്കായതുകൊണ്ട് പനിയും ഇതെല്ലാമായിട്ട് അലർജി ആയിട്ട് ശബ്ദം പോയി. അപ്പോൾ ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടെന്ന്. അപ്പോൾ ശബ്ദം കുറച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ കുറച്ച് സംസാരിക്കാൻ പാടില്ലെന്നെല്ലാം പറഞ്ഞ് അതുകൊണ്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എനിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് സാധനം ഇതുപോലെ റൗണ്ടിൽ മുറിക്കണം. റൗണ്ടിൽ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നമുക്ക് ഇത് എത്ര ഇതുണ്ട്, ബ്രിഞ്ചോളുണ്ട് അത്രയും നോക്കിയിട്ടെടുത്താൽ ഒരുപാടൊന്നും വേണ്ട. കുറച്ച് പൊടിയിപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ശേഷം നമ്മളിത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കുക. മീൻ വരക്കുന്ന പോലെയല്ല, കുറച്ച് നല്ലപോലെ ഇതുപോലെ ആക്കിയാൽ മതി. ഇതുപോലെ ആക്കുക. ഇതൊക്കെ ഇതിനകത്ത് വാരിയിടുക. അടുപ്പത്ത് പാൻ വെച്ച് കൊടുക്കാം. ഇത് പെരക്കി വെച്ച് കഴിഞ്ഞാൽ, പെരക്കിയിട്ട് ഇങ്ങനെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലഞ്ഞു. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാൻ. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇത് ചൂടായി വരട്ടെ. അപ്പോഴൊക്കെ നമുക്കിതൊന്ന് ഇവിടുന്ന് മിക്സാക്കി വെക്കാം. റൗണ്ടിൽ ഏത് വിധത്തിൽ നമുക്ക് മുറിക്കാം. പക്ഷേങ്കിൽ റൗണ്ടിൽ മുറിക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ സ്റ്റൈലുണ്ടാവുക. അപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ടാവും, നമുക്ക് വെച്ച് കൊടുക്കാം. മൊത്തം നമുക്ക് ഒന്നിച്ച് പരക്കുകയും ചെയ്യും. ഒന്നിച്ചെല്ലാം ഇതെങ്ങനെ മിക്സാക്കിയാൽ എല്ലാം വേഗമാവും. അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. നമുക്കൊരു പച്ചക്കറി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അതൊന്നും വട, മഞ്ഞൾ, മുളക്, ഉപ്പ് മാത്രം മതി. വേറെ പൊടികളോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിനാവശ്യമില്ല. നമ്മൾ മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഫ്രൈ ആയിട്ട് വരട്ടെ. വെയിറ്റ് ചെയ്യാം. കുറച്ച് മേലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്ല കുറച്ച് വെളിച്ചെണ്ണ ആൾക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കുക. നമുക്ക് ചിലർക്ക് നല്ല കുറേ വെളിച്ചെണ്ണ വേണ്ടി വരും. ചിലപ്പോൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. എങ്ങനെയാലും കുഴപ്പമില്ല. എന്താ ഇത്ര മുരിഞ്ഞാൽ മതി. കറക്റ്റാ. വഴുതിന് നിങ്ങൾക്ക് ചിലപ്പോൾ കേടുണ്ടാവും. അതാണ് ഈ ഷേപ്പ് വന്നു പോയത്. ഇത് കറക്റ്റ് ഇത്രയും മുരിയുണ്ട്. രണ്ട് ഭാഗവും ഒരേപോലെ മുരിഞ്ഞിട്ട് അത് എടുക്കാം. എണ്ണ അധികം ഒഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ചില കൂട്ടർക്ക് എണ്ണ ഇഷ്ടമുണ്ടാകുമ്പോൾ കുറച്ച് അധികം ഒഴിക്കണം. അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് ചേർട്ടെ. അന്നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ രണ്ട് കല്ലുമ്മലും ഒപ്പന പിടിച്ചിട്ടുണ്ട്. നല്ല വേഗമാവും. ഇതിൽ ചില കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കല്ലുമ്മലാകുമ്പോൾ വേഗമാവും. അപ്പോൾ ഇതിലും ഇവിടെ നിന്നും റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. വേണ്ട, ഇതിനായാൽ മതി. ഇത് കുറച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാകുമ്പോൾ നല്ല സോഫ്റ്റാവും. ഇതായിട്ടുണ്ട്. എന്താ നന്ന കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏകദേശം ഒരു സെറ്റായി വന്നെങ്കിൽ നമ്മളെപ്പോഴും ഇത് വാങ്ങി വെക്കണം. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കൊന്ന് തിന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂടുണ്ട്. നല്ല രസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.